താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും കല്ലുകൾ റോഡിൽ പതിച്ചതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ജോഷില ചേരുകയാണ്. ജോഷില, വീണ്ടും ഗതാഗതം നിരോധിക്കേണ്ടി വന്നു. എങ്ങനെയാണ് സാഹചര്യം? ഷമി, താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ കനത്ത മഴയും കോടയും നിറഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. 12 തവണയിലേറെ നേരത്തെ ഇളകി നിൽക്കുന്ന പാറയും മണ്ണും താഴേക്ക് പതിച്ചിട്ടുണ്ട്. ചുരം റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ അടിവാരത്ത് നിന്നും കൽപ്പറ്റ ബൈപ്പാസിൽ നിന്നും തടഞ്ഞ് തിരിച്ചുവിടുകയാണ്, മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുകയാണ്. അതേസമയം തന്നെ കോഴിക്കോട് നിന്നുള്ള വാഹനങ്ങൾ കുറ്റ്യാടി വഴി തിരിച്ചുവിടുകയാണ്. എന്നാൽ ഇതിനിടെ രാവിലെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ കടത്തിവിട്ടിരുന്നു. ആ സമയത്ത് ഇടയിൽ പെട്ടുപോയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാതെ പുതിയ വാഹനങ്ങളൊന്നും തന്നെ ഈ ചുരം വഴി പോകുന്നില്ല. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയൊരു കൃത്യമായ വിദഗ്ധ പഠനം നടത്തിയതിനു ശേഷം ചുരത്തിലെ അവസ്ഥ, അതായത് സ്റ്റെബിലിറ്റി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചുരം ഇടിയാനുള്ള സാധ്യത മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഗതാഗത നിയന്ത്രണം പിൻവലിക്കുകയുള്ളൂ എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഷമി, താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗതം നിരോധിച്ചു. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.